ക്യാൻസറിനെ എല്ലാവർക്കും പേടിയാണ്. ക്യാൻസർ വന്നാൽ എല്ലാം തീർന്നു. ഇനി എൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ ജോലി, എൻ്റെ സ്വപ്നം, ഇങ്ങനെ ചിന്തിച്ച് വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മാനസികമായിട്ട് തകർന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഐ ആം എ ക്യാൻസർ സർവൈവർ. ഞാൻ ക്യാൻസർ അതിജീവിതനാണ്. 2023 ഓഗസ്റ്റ് ആദ്യ ആഴ്ചയിലാണ് എനിക്ക് ക്യാൻസറാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ കരഞ്ഞില്ല, ഞാൻ പരാതിപ്പെട്ടില്ല, ഞാൻ മരണത്തെപ്പറ്റിയല്ല ചിന്തിച്ചത്. മറിച്ച് വിലപിക്കാതെ കരയാതെ പോരാടുവാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചത്. ഒരു ഇരയാകാതെ പോരാളിയാകുക. ബിക്കം എ ഫൈറ്റർ, ബിക്കം എ വാരിയർ, നെവർ എ വിക്ടിം. എൻ്റെ വൻകുടലിലാണ് ക്യാൻസർ ബാധിച്ചത്. ഓഗസ്റ്റ് 26 ശസ്ത്രക്രിയ നടന്നു കണ്ണൂർ മിംസ് ഹോസ്പിറ്റലിൽ. 2 മാസമെങ്കിലും വിശ്രമിക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞത്. ഞാൻ വളരെ വിചിത്രമായ രീതിയിലാണ് എൻ്റെ ക്യാൻസർ രോഗത്തെപ്പറ്റി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എൻ്റെ പുഞ്ചിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ച് അതിന് ഞാൻ നൽകിയ അടിക്കുറിപ്പ് ഇതായിരുന്നു: ഡയഗ്നോസ്ഡ് വിത്ത് ക്യാൻസർ. ഒപ്പം വിത്ത് യുവർ പ്രേയേഴ്സ് ഐ വിൽ ബി പെർഫെക്റ്റ്ലി ഓക്കെ and will be back to normalcy within the shortest time possible. I am strong, firm and prepared. ഞാൻ ക്യാൻസർ ബാധിതനാണ്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, നിങ്ങളുടെ കരുതലുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തും. ഞാൻ സുശക്തനാണ്, ഞാൻ സുദൃഢനാണ്, ഞാൻ സജ്ജനാണ്. ഓഗസ്റ്റ് 26 ശസ്ത്രക്രിയ. 2 മാസമായിരുന്നു വിശ്രമം പറഞ്ഞത്. പക്ഷേ ഞാൻ പോരാളിയായിരുന്നതുകൊണ്ട്, ഞാൻ ക്യാൻസറിന് എന്നെ വിട്ടുകൊടുക്കാത്തതുകൊണ്ട് 3 ആഴ്ചയ്ക്കുള്ളിൽ, ഓഗസ്റ്റ് 26 ശസ്ത്രക്രിയ, സെപ്റ്റംബർ 17 ഞാൻ എൻ്റെ ജോലിയിൽ തിരിച്ചെത്തി. ഡോൺ ബോസ്കോ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് തുടരാനായിട്ട്. 1000-ലേറെ കുട്ടികളുള്ള, ഏറ്റവും സമ്മർദ്ദം നിറഞ്ഞു നിൽക്കുന്ന, പിരിമുറുക്കം ഉള്ള കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ ജോലി പാഷനോട് കൂടിയിട്ട്, ആവേശത്തോടെ, പ്രതിബദ്ധതയോടെ, ആത്മാർത്ഥതയോടെ, പൂർവാധികം പാഷനോടെ, ഇക്കിഗയോട് കൂടിയിട്ട് ചെയ്യുവാനായിട്ട് ഞാൻ തിരിച്ചെത്തി. അതിനാൽ എനിക്ക് കീമോതെറപ്പി ആവശ്യമില്ല, എനിക്ക് റേഡിയേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു മരുന്നും ഇല്ലാതെ എല്ലാ 3 മാസവും ചെക്കപ്പിന് പോകുന്നുണ്ട്. ക്യാൻസറിനെ ഞാൻ തോൽപ്പിച്ചിരിക്കുന്നു. കാരണം ഞാൻ പോരാളിയായിരുന്നു, ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ ഇരയായിരുന്നില്ല. നീ നിന്നെ ആർക്കും ഒന്നിനും വിട്ടുകൊടുക്കരുത്. നീ സുശക്തനാകണം, സുശക്തയാകണം, നീ സുദൃഢയാകണം, സുദൃഢനാകണം, നീ സുസജ്ജനാകണം, നീ സുസജ്ജയാകണം. ബി സ്ട്രോങ്, ബി ഫേം, ബി പ്രിപ്പയർഡ്.